അഭ്യൂഹങ്ങളും സസ്പെൻസും നിലനിർത്തിക്കൊണ്ട് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലമായി മാറിയിരിക്കുകയാണ് അമേഠി. കാൽ നൂറ്റാണ്ടിന് ശേഷം നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്നൊരാളെ പാർട്ടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ദിവസങ്ങൾ നീണ്ടുനിന്ന അഭ്യൂഹങ്ങൾക്ക് കോൺഗ്രസ് അന്ത്യം കുറിച്ചത്. പഞ്ചാബിയാണ് കിഷോരി ലാൽ ശർമ്മ. ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്നാണെങ്കിലും പതിറ്റാണ്ടുകളായി അമേഠിയിലും റായ്ബറേലിയിലും അവരുടെ നിഴലായി പ്രവർത്തിച്ച കിഷോരി ലാൽ ശർമ്മയെ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തതിന്റെ ആവശ്യം വരുന്നില്ല. തോൽവി പേടിച്ച് രാഹുൽ ഒളിച്ചോടിയതാണെന്ന ആരോപണം പ്രധാനമന്ത്രി മോദിയും BJPയും ഇപ്പോഴേ ഉന്നയിച്ചു കഴിഞ്ഞു. എന്നാൽ രാജീവ് ഗാന്ധിയും രാഹുലും സോണിയയും അമേഠിയിലും റായ്ബറേലിയിലും വിജയിച്ച് ഡൽഹിയിലേക്ക് പോകുമ്പോൾ മണ്ഡലത്തിൽ അവരെ പ്രതിനിധീകരിച്ചിരുന്നത് KL എന്ന പേരിൽ അറിയപ്പെടുന്ന കിഷോരി ലാൽ ശർമ്മയായിരുന്നു. കിഷോരി ലാൽ ശർമ്മജിയുമായി ഞങ്ങളുടെ കുടുംബത്തിന് ദീർഘകാലമായ ബന്ധമുണ്ട്. അമേഠിയിലും റായ്ബറേലിയിലും ജനങ്ങളെ സേവിക്കുന്നതിൽ അദ്ദേഹം എപ്പോഴും സമർപ്പണം ചെയ്തിട്ടുണ്ട്. പൊതുസേവനത്തോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം തന്നെ ഉദാഹരണമാണ്. കിഷോരി ലാൽജിയെ അമേഠിയിലെ സ്ഥാനാർത്ഥിയാക്കിയത് ആഹ്ലാദകരമായ കാര്യമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ്: കടമകളോടുള്ള അദ്ദേഹത്തിന്റെ വിശ്വസ്തതയും അർപ്പണബോധവും ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും അദ്ദേഹത്തിന് വിജയം നൽകും. എന്നാൽ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നാലെ പ്രതികരണത്തിനായി എത്തിയ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ആദ്യം പ്രത്യക്ഷപ്പെടാൻ തയ്യാറാകാതിരുന്ന കിഷോരി ലാൽ ശർമ്മ തന്റെ പ്രാകൃതം തുടർന്ന് കാണിക്കുക കൂടിയാണ് ചെയ്തത്. ചാനൽ മൈക്കുകളും ക്യാമറകളും വരുമ്പോൾ ഒഴിഞ്ഞു മാറിയിരുന്ന KL എന്നും സോണിയയുടെയും ഗാന്ധി കുടുംബത്തിന്റെയും നിശബ്ദ വക്താവായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധിയെ മലർത്തിയടിച്ച് സ്മൃതി ഇറാനിയെ അമേഠിയിൽ നേരിടാൻ പാർട്ടി തെരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന് നിഴലുകൾക്കുള്ളിൽ ഒതുങ്ങാനായില്ല. 40 വർഷമായി താൻ ഇവിടെ ഉണ്ടെന്നും കഠിനാധ്വാനം ചെയ്യുമെന്നും KL ശർമ്മ പറഞ്ഞു വെക്കുമ്പോൾ മണ്ഡലത്തിൽ തനിക്കുള്ള സ്വാധീനം പ്രകടമാക്കുകയാണ് അദ്ദേഹം. പഞ്ചാബിലെ ലുധിയാന സ്വദേശിയായ കിഷോരി ലാൽ ശർമ്മ 40 വർഷം മുമ്പാണ് UPയിൽ എത്തുന്നത്. 1983 അദ്ദേഹം റായ്ബറേലിയിൽ എത്തിയത്. യൂത്ത് കോൺഗ്രസിലായിരിക്കെ രാജീവ് ഗാന്ധി ഒപ്പം കൂട്ടിയ KL ശർമ്മ പിന്നീട് അമേഠിയിൽ അദ്ദേഹത്തിന് മാനേജറായി. 1991 രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷവും മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിച്ച ശർമ്മ 1999 2004 സോണിയാഗാന്ധിയെ ലോക്സഭയിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. തുടർന്ന് സോണിയ റായ്ബറേലിയിലേക്ക് മാറിയപ്പോഴും ശർമ്മയും കൂടെ പോയി. കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയ ഡൽഹിയിൽ പാർട്ടി പ്രവർത്തനങ്ങളിലും മറ്റും സജീവമായിരുന്നത് റായ്ബറേലി വിശ്വസ്തന്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്നുള്ള വിശ്വാസത്തിലായിരുന്നു. ഇപ്പോൾ പഴയ കോട്ട തിരിച്ചു പിടിക്കാൻ വിശ്വസ്തനായ ലഫ്റ്റനന്റിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസും സോണിയയും.